ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വരണ്ട നിലത്തിൽ വൻമഴയുടെ മുഴക്കം കേൾപ്പിച്ചവൻ നിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മറക്കുമോ? 4 ദിവസം നാറ്റം വെച്ച ലാസറുവിനെ പേർ ചൊല്ലി വിളിച്ചവൻ നിന്നെ അവൻ മറക്കുമോ? പലർക്കും ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ ഇടുപ്പ് വേദന, തൊണ്ടവേദന, പല്ലുവേദന. കല്യാണ വീട്ടിന് പോകാൻ പറയത്തില്ല, ഇടുപ്പ് വേദന കല്യാണത്തിന് പോകത്തില്ല. തൊണ്ടവേദന കല്യാണത്തിന് പോകത്തില്ല. നിങ്ങൾ എത്ര വേദന സഹിക്കുന്നുവോ അതെക്കാട്ടിലും 1000 ഇരട്ടി വേദനയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ തൻ്റെ അത്ഭുത കരത്തിൽ തമ്പുരാൻ താങ്ങി നിർത്തിയിരിക്കുന്നു. അതേ ദൈവം നിന്നെയും താങ്ങും. ഗാഡ് ഫസ്റ്റ്, ഗാഡ് ഫസ്റ്റ്. ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുക. ആമേൻ, ആമേൻ, ആമേൻ. രണ്ടാമത് അവൻ താമസിക്കുന്നതിൻ്റെ കാരണം സഭപ്രസംഗം 3-ാമത്തെ 1-ാം വചനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ. അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ല, അവൻ്റെ കയ്യിലാണ്. For everything there is a time. ആകയാൽ ചില കാര്യങ്ങൾ താമസിച്ചേക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എന്തിന്? അതിൻ്റെ 11-ാം വചനം മറുപടി നൽകുന്നു. ദൈവം സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ഇൻ ഇറ്റ്സ് ടൈം. പക്ഷെ ചില ട്രാൻസ്ലേഷൻ മനോഹരമായ വചനം പ്രസ്താവിക്കുന്നു. ഇൻ ഹിസ് ടൈം, ഇൻ ഗോഡ്സ് ടൈം. സകലവും ദൈവം അതിൻ്റെ സമയത്ത് എന്നല്ല, അവൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ആമേൻ, ആമേൻ. അവന് ഒരു സമയമുണ്ട്. സങ്കീർത്തനം 102:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് അതിന് സമയം വന്നിരിക്കുന്നു. എതിന്? മത്തായി സുവിശേഷം 24-ാം അധ്യായം 36-ാം വചനത്തിലെ പുത്രന് പോലും അറിയാത്ത അവൻ്റെ വരവ്, യേശുവിന് പോലും അറിയാത്ത, ദൂതന്മാർക്ക് പോലും അറിയാത്ത, സ്വർഗത്തിലെ ആർക്കും അറിയാത്ത, പിതാവിന് മാത്രം അറിയുന്ന ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ സമയം ഇതാ ആ തക്ക സമയത്ത് വന്നിരിക്കുന്നു. നമ്പർ 1 ലൂക്കോസ് സുവിശേഷം 24:50-51 അവസാനം തൻ്റെ ശിഷ്യന്മാര് ബഥാനിയ വരെ കൊണ്ടുപോയി തൻ്റെ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. 40-ാം ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്ത് ആ നാളിക അവൻ നിശ്ചയിച്ച സമയത്ത് അതാ വന്നിരിക്കുന്നു. സ്വർഗം നിശ്ചയിച്ച മനോഹരമായ സമയം, അവൻ്റെ വരവ്, അവൻ്റെ ഉയിർപ്പ്, അവൻ്റെ പുനരുദ്ധാനം. ലൂക്കോസ് 24:7 അവൻ പറഞ്ഞതിന് പ്രകാരം ഉയർത്ത്. അത് അവൻ്റെ സമയം, അവൻ്റെ വരവ് ദൈവത്തിൻ്റെ സമയം, അവൻ്റെ സ്വർഗാരോഹണം ദൈവത്തിൻ്റെ സമയം, അവൻ്റെ ഉയിർപ്പ് സ്വർഗത്തിൻ്റെ സമയം. റോമർക്കെഴുതിയ ലേഖനം 5-6 വചനത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. അവൻ തക്ക സമയത്ത് മരിച്ചു. അത് ദൈവത്തിൻ്റെ സമയം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4:4 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. അവൻ കാല സമ്പൂർണത വന്നപ്പോൾ യേശു ജനിച്ചു.
അത് സ്വർഗം നിശ്ചയിച്ച സമയം. തക്ക സമയത്ത് ജനിച്ചവൻ, തക്ക സമയത്ത് മരിച്ചവൻ, തക്ക സമയത്ത് ഉയർത്തവൻ, തക്ക സമയത്ത് സ്വർലോകം പോയവൻ, തക്ക സമയത്ത് ആരും അറിയാത്ത നാളികയിൽ, പിതാവ് മാത്രം അറിയുന്ന നാളികയിൽ മടങ്ങി വരും. ഇതൊക്കെ തക്ക സമയത്തിൽ നടക്കുവാൻ സഖരിയ, എലിസബത്ത് കരയേണ്ടി വന്ന് മക്കളില്ലാതെ കരയേണ്ടി വന്ന് ഒരു നാൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് ദൈവസന്നിധി ധൂപം കാട്ടുന്ന സഖരിയാവോട് അരുളി ചെയ്യുന്നു, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്ന ലൂക്കോസ് 1:13 നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ നിനക്കൊരു മകന് പ്രസവിക്കും. കേട്ട് കരയണമോ ചിരിക്കണമോ? ഇടി വീണതുപോലെ, അയ്യോ ഞാൻ വൃദ്ധൻ, എൻ്റെ ഭാര്യ വാർദ്ധക്യം, ഞങ്ങൾക്കതിൻ്റെ ശേഷിയില്ല. മറ്റ് കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ ഉയർപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം, കർത്താവിൻ്റെ വീണ്ടും വരവ് തക്ക സമയത്ത് സീലടിച്ച് ഉറപ്പിക്കുവാൻ, ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുമ്പിൽ നടക്കുവാൻ മലാക്കി പ്രവചനം 3:1 സ്നാപക യോഹന്നാനെ ഈ ഭൂമിയിൽ വരുത്തുവാൻ സഖരിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ അല്പതാമസമല്ല, ഇത്തിരി താമസം അവർ അനുഭവിക്കേണ്ടി വന്നു. നിന്റെ ജീവിതത്തിൽ താമസമെന്ന് പിറുപിറുക്കുന്നുവോ? ചില ദൈവിക പ്ലാനുകൾ നിന്റെ കണ്ണീർ മുഖാന്തരം, നിന്റെ പ്രയത്ന മുഖാന്തരം, നിന്റെ നന്മ മുഖാന്തരം, നിന്റെ ജീവിത മുഖാന്തരം ഈ ഭൂമിയിലെ ചെയ്തെടുക്കുവാൻ ചില കാര്യങ്ങൾ ദൈവമക്കളെ നിന്റെ ജീവിതത്തിൽ അവൻ താമസിപ്പിക്കുന്നു. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഗബ്രിയേൽ പറയും അതും താമസമല്ല. ലൂക്കോസ് 1:20 ദൂതൻ പറയും അത് താമസമല്ല മകന്, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള സംഭവം. ലൂക്കോസ് 1:20. ആമേൻ. ഹല്ലേലൂയ. നാലാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13:14 ബൈബിൾ തുറക്കണം, ബൈബിൾ എടുക്കുക. ഉൽപ്പത്തി 13:14 ഒരു കാതലായ ഭാഗം, ആബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു കാതലായ ഭാഗം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലോത്ത് ആബ്രഹാമിനെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ദൈവം ആബ്രഹാമോട് അരുളി ചെയ്ത്, മനസ്സിലായോ? ലോത്ത് ആബ്രഹാമിനെ വിട്ട് പിരിഞ്ഞതിന് ശേഷം അതുവരെ ദൈവം ആബ്രഹാമോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഇവൻ എപ്പ ഇവനെ വിട്ടു പോകും അപ്പോൾ ഞാൻ ആബ്രഹാമോട് ഇടപെടാം. താമസം. ആബ്രഹാം ഒരു സാധാരണ ആളല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 20 7 വചനത്തിൽ, ഐസയ പ്രവചനം 41 8 യാക്കോബ് ലേഖനം 2 23 വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, ഫ്രണ്ട്. രണ്ടാമത് ഭൂമിയിലുള്ള സർവ മനുഷ്യരിലും
ആബ്രഹാമിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ വിശ്വസ്തം. നെഗേമിയ 9:8. 1 ഫ്രണ്ട്, 2 ഫെയ്ത്ത്ഫുൾ, 3 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 18:17 സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്ന കാര്യം കർത്താവ് അരുളി ചെയ്യുന്ന, ഞാൻ ആബ്രഹാമോട് മറയ്ക്കുമോ? സങ്കീർത്തനം 25:14 ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അന്ന് ഉണ്ടായിരുന്ന ഏക ഭക്തൻ ആബ്രഹാമോട് എൻ്റെ ഹൃദയത്തിലെ രഹസ്യ പദ്ധതി ഞാൻ മറയ്ക്കുമോ? അവൻ എൻ്റെ ഭക്തൻ. എന്നാൽ ഫിയർഫുൾ, ദൈവത്തെ ഭയപ്പെടുന്നവൻ. നമ്പർ 1 ഫിയർഫുൾ, നമ്പർ 2 ഫെയ്ത്ത്ഫുൾ, നമ്പർ 3 ഫ്രണ്ട്. ആ ആബ്രഹാമോട് ശാപത്തിൽ ദൈവം ആബ്രഹാമെ കൊണ്ട് നിർത്തിയിട്ടും ഒട്ടും പിറുപിറുക്കാതെ ഉൽപ്പത്തി 12:10 8-ാം വചനത്തിൽ ആ ദൈവത്തിന് ഒരു യാഗപീഠം നിർമ്മിച്ച് യഹോവയെ ആരാധിച്ച ആബ്രഹാമോട് ആബ്രഹാം ഫ്രണ്ടായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും ഫിയർഫുള്ളായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടും ദൈവഭക്തനായിട്ടും വിശ്വസ്തനായിട്ടും നീണ്ട കാലം ഒരു വാക്ക് ആബ്രഹാമോട് അരുളി ചെയ്യുവാൻ ദൈവം താമസിച്ചു. ആമേൻ. അതിൻ്റെ കണ്ണിയാണ് ചുരുളഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 13:14 എപ്പോൾ ലോത്ത് ഇവനെ വിട്ട് പിരിഞ്ഞോ അപ്പോൾ എൻ്റെ ദൈവം അവനോട് ഇടപെട്ട്. ചേരാത്ത കൂട്ടുകെട്ടുകൾ വച്ചിട്ടുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കത്തേയില്ല. ആമേൻ, ആമേൻ. ലോത്ത് ഒന്നും ദുഷ്ടനല്ല, ലോത്ത് ഒന്നും പരിഹാസിയല്ല, ലോത്ത് ഒന്നും പാപം ചെയ്യുന്ന മനുഷ്യനല്ല. ബൈബിൾ സാക്ഷി പറയുന്നു നീതിമാൻ. പക്ഷേ ദൈവത്താൽ വിളിക്കപ്പെടാത്ത വ്യക്തി. ആബ്രഹാമിന് ദൈവം വിളിച്ചിറക്കി, വിളിക്കപ്പെടാതെ താൻ തോന്നിയാവശമായി അനുഗമിച്ചവൻ അവന് വിട്ടു പിരിയുന്നത് വരെ ലോത്തിനോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ആബ്രഹാമോട് ദൈവം സംസാരിച്ചേയില്ല. താമസിച്ച് എപ്പോൾ ലോത്ത് ആബ്രഹാമെ വിട്ടു പിരിഞ്ഞുവോ അന്ന് ആബ്രഹാമോട് ദൈവം അരുളി ചെയ്ത് വിട്ടു പിരിയേണ്ടതിന് വിട്ടുപിരിയണം. ആമേൻ. ചിലർക്ക് ഇവിടെ സ്വതന്ത്രമല്ല. ഇപ്പം മൊബൈലെ പിടിച്ച് വാങ്ങിയാൽ അറിയാം. ചില മാക്രികളുടെ ഫാനാണിവർ. മാക്രി പേര് പറയുന്നില്ല, മാക്രികൾ. ഇതൊന്നും ഒന്ന് കിട്ടിയതല്ല. സ്ത്രീയായാലും പുരുഷൻ ഫാനാണ്. രാത്രി 11 മണി വരെ അത് കണ്ടാൽ മാത്രം പോരാ, ഇങ്ങനെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. മാക്രികളുടെ ഫാൻ. വിടേണ്ടതിന് നീ വിട്ടു വന്നില്ല എങ്കിൽ ദൈവം നിന്നോട് ഇടപെടത്തില്ല. ആബ്രഹാമിനോട് പോലും ഇടപെട്ടില്ല. എപ്പോൾ ലോത്ത് വിട്ടു പിരിഞ്ഞുവോ അപ്പോൾ ദൈവം ആബ്രഹാമോട് സംസാരിച്ചു.